ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന ലേഖമാണ്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന ലേഖ എഴുതിയത് സോബാൻ ജോഷിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് പെലെയെക്കുറിച്ചാണ്, ബ്രസീൽ ഫുട്ബോളറായിട്ടുള്ള പെലെയെക്കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാക്കി നോക്കാം. जब 1962 में ब्राज़ील ने विश्व कप दूसरी दफ़ा जीता, तब पहले दूसरे मैच में ही चोट खा के बाहर हो गए थे. 1962 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1962, അതായത് 1962 ബ്രസീൽ ലോകകപ്പ് രണ്ടാമത്തെ പ്രാവശ്യം നേടിയപ്പോൾ ആ ഒരു സീരീസിൽ പെലെ രണ്ടാമത്തെ മാച്ചിൽ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു. ഇസ് ബാർ ഗെറിച്ച പ്രതിയോഗിത കെ സബ്സെ ബെഹത്തരീൻ ഖിലാഡി थे. ഗെരിഞ്ചയായിരുന്നു ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. അടുത്തത് 1966 के विश्व कप में पेले पर इतने प्रहार हुए कि वे प्रतियोगिता से बाहर हो गए थे. ബ്രസീൽ ബി, അതായത് 1966 ക്വാളിഫയിങ് മാച്ചിൽ പോലും പെലെയ്ക്ക് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബ്രസീൽ ടീമിന് പോലും എത്താൻ പറ്റിയില്ല. അതായത് ക്വാളിഫയിങ് മാച്ചിൽ തന്നെ പുറത്തായി. അടുത്തത് 1970 में, അതായത് 1970 में तीसरा विश्व कप जीतने वाली ब्राज़ील टीम आज तक की सबसे बढ़िया फुटबॉल टीम कही जाती है. അതായത് 1970 മൂന്നാമത്തെ പ്രാവശ്യം ബ്രസീൽ വേൾഡ് കപ്പ് നേടി. ആ ഒരു ടീം, അപ്പോഴുണ്ടായിരുന്ന ടീമിനെയാണ് ബെസ്റ്റ് ഫുട്ബോൾ ടീമായിട്ട് ഇന്നും കണക്കാക്കുന്നത്. ഇസ്മേ പെലെയ്ക്ക് അലാവ കൈ മഹാരഥി थे. അത് പെലെയെ കൂടാതെ മറ്റ് പോപ്പുലറായിട്ടുള്ള ഫുട്ബോളേഴ്സ് അതിൽ ഉണ്ടായിരുന്നു. സുന്ദർ ഫുട്ബോൾ खेलने में 1982 की ब्राज़ील टीम का नाम सबसे ऊपर आता है जब പെലെ റിട്ടയർ हो चुके थे. അതായത് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 1982 ബ്രസീൽ ടീം, അവരുടെ പേരാണ് ഏറ്റവും ആദ്യം എത്തുന്നത്. ഓക്കെ, ആ സമയത്തേക്ക് എന്താണ് പെലെ റിട്ടയറായി പോയായിരുന്നു. ओके, उनके 1279 गोल के विश्व रिकॉर्ड का लोग मजाक उड़ाते हैं. 1279 പറയുന്നതാണ് 1279, അല്ലെങ്കിൽ 1279 എന്ന് നമുക്ക് പറയാം. അപ്പോൾ 80-80 ആയതുകൊണ്ട് 79-79 എന്നാണ് വരുന്നത്. അത് തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ട്, 80-79 തമ്മിൽ. ഓക്കെ, 80-80 ആണെങ്കിൽ 79-79. അതുപോലെ തന്നെ 50 ആണെങ്കിൽ 49. ഓക്കെ ഓക്കെ, അതായത് 1279 ഗോൾസ് പെലെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എന്താണ്, അതിനെ ആളുകൾ കളിയാക്കുന്നു. കാരണം ക്യോങ്കി ഉന്മേസെ അധികതർ ബ്രസീൽ കെ ക്ലബ് സാന്തോസ് കെ ലിയെ थे. കാരണം അതിൽ കൂടുതൽ ഗോളുകളും ബ്രസീൽ ക്ലബ്ബായിട്ടുള്ള സാന്തോസിന് വേണ്ടിയായിരുന്നു. ഉൻകി അന്താരാഷ്ട്രീയ ലോക്പ്രിയത കാ യേ കാരൺ യേ था कि സാന്തോസ് ഉനെ ദുനിയാ ഭർ മേ നുമായിഷി മാച്ച് ഖേൽനെ കെ ലിയെ ഘുമാതാ രഹ. അതായത് സാന്തോസ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിൽ പെലെ ഉണ്ടായിരുന്നു, ബ്രസീലിൻ്റെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബ് എന്താണ് പല ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങ് പലയിടത്തും പോയി മത്സരിക്കാൻ പെലെയ്ക്ക് പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാന്തോസ് ക്ലബ്ബാണ്. ഓക്കെ, ഈ സ്ഥല ഖുമാന എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങുക, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് ഇവിടെ പെലെ പലയിടത്തും പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പലയിടത്തും മാച്ച് കളിക്കാൻ ചെന്നിട്ടുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലയ്ക്ക് കൈ ഓർ ബാത്തേ ഹേ, ഇതുപോലെ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. കിന്തു പെലെയ്ക്ക് ആലോചന കർണേ വാലേ ഭി മാനത്തെ ഹേ കി ഉൻകെ ജൈസ സമ്പൂർണ്ണ ഖിലാഡി കോയി ദൂസറ നഹി ഹുവ. എന്താണ്, പെലെയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തെ പോലെ ഒരു കംപ്ലീറ്റ് പ്ലെയർ ഫുട്ബോളിൽ വേറെ ഇല്ല. ഉൻകെ പാസ് ഫുട്ബോൾ കാ ഹർ ഹുണർ था. അതായത് ഫുട്ബോളിൻ്റെ എല്ലാ സ്കില്ലും പെലെയ്ക്ക് ഉണ്ടായിരുന്നു.
ऊंचे दर्जे का था, അതും ടോപ്പ് ലെവൽ. उनके समय में डिफेंडर ആക്രാമക് ഖിലാഡിയോं के शरीर पर सीधे हमले करते थे. അതായത് ആ സമയത്ത് എന്താണ് മാച്ചിൻ്റെ ഇടയ്ക്ക് മറ്റ് താരങ്ങളെ ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം പരിക്കേൽപ്പിച്ച് പുറത്താക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഫൗളാക്കുവാണെങ്കിൽ ബെനഫിറ്റ് ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ശരീർ पर सीधे हमले करते थे. हमला करना എന്ന് വെച്ചാൽ വാർ करना. और रेफरी ये सब होने देते थे. എന്താണ് റെഫറി ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. 5 फुट 8 इंच के पेले से अधिक मारपिटाई किसी दूसरे खिलाड़ी की नहीं हुई. അപ്പോൾ അതുപോലെ പരിക്കുകൾ കൂടുതൽ പെലേക്കും പറ്റി. കാരണം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടി 8 ഇഞ്ചാണ്. ഓക്കെ, അതായത് ഒരു ആവറേജ് ഹൈറ്റാണ്. കാരണം മറ്റുള്ളവരെ നോക്കുമ്പോൾ ഹൈറ്റ് കുറവാണ്, എന്നാലൊരു ആവറേജ് ഹൈറ്റാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല പ്രാവശ്യം പരിക്കേറ്റിട്ടുമുണ്ട്. ഉനോനെ റോന നഹി രോയ ശിക്കായത്ത് നഹിക്ക്. അദ്ദേഹം കരയാൻ പോയില്ല, എന്നാൽ കംപ്ലൈൻറ്റ് കൊടുക്കാനും പോയില്ല. വേ ഖുദ് ദൂസറോं पर ഫൗൾ കർണേമേ ചൂക്തേ നഹിദേ. അപ്പോൾ മറ്റുള്ളവരെ ഫൗളാക്കാനും അദ്ദേഹം മടിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പെലെ എന്തുകൊണ്ട് പോപ്പുലറാണ് അദ്ദേഹം? സാന്തോസ് ക്ലബിന് വേണ്ടി മാച്ച് കളിച്ചു, അപ്പോൾ പലയിടത്ത് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂടി. ഓക്കെ, അത് ഒരു പോയിൻ്റാണ്. അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പാർട്ടിലോട് കൂടി നമ്മൾ ഈ ഒരു പാഠം നമ്മൾ തീർക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജീത്തനെ के लिए गलत रास्ता अपनाने के संबंध में आपका मत क्या है? അതായത് ജയിക്കാൻ വേണ്ടി തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നത് എന്താ, ശരിയാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. കാരണം ഇതിനകത്ത് മറ്റ് താരങ്ങളെ പരിക്കേൽപ്പിച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതി, അത് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം മറ്റുള്ളവരെ പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ അത് ഈ പാഠത്തിനകത്ത് വരുന്നത്. ഇത് ജനറലി ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ജയിക്കാൻ വേണ്ടി തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല കാര്യമല്ല. കാരണം അങ്ങനെ തെറ്റായ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.